സിനിമ, കല, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പദങ്ങളാണ്. പലപ്പോഴും പല സിനിമകളും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കും. അത് പഴയകാല കഥകൾ, പഴയ നല്ല ഡയറക്ടേഴ്സ്, നല്ല ആക്ടേഴ്സ്, നമ്മളൊക്കെ പ്രവാസികളായ കുറെ അധികം ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ കേരളം. നമ്മളൊക്കെ പുറം ലോകത്ത് പോയാലും നമ്മളെയൊക്കെ ഇങ്ങനെ നമ്മൾ ആ ഒരു പഴയ ചിന്തകളും ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് നൽകുന്നത് ഈ സിനിമകളാണ്. പല കഥകളും സംഭവിക്കുന്നത് നമ്മുടെ നെൽപ്പാടങ്ങളിലും കൃഷികളിലും, പ്രേമവും പ്രണയവും ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതിനൊരു 1.5 മണിക്കൂർ ദൂരെയായിട്ടാണ് ഹോളിവുഡ് എന്ന് പറഞ്ഞ സ്ഥലം, സിനിമയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, വാർണർ ബ്രദേഴ്സ്, ഫോക്സ് അങ്ങനെയുള്ള സ്റ്റുഡിയോകളിൽ കുറെ സിനിമകൾ ഈ പറഞ്ഞ രീതിയിൽ കഥകൾ എഴുതി സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളം സിനിമയെ എടുക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് മലയാളം സിനിമയിലേക്ക് നോക്കുമ്പോൾ സംഘടിതമായിട്ട് അവര് പലതും നേടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നിലനിൽക്കുന്നത്. അതൊരു പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ, എന്നാൽ ഈ ഗ്രൂപ്പിനെ പറ്റിയോ ഈ ഗ്രൂപ്പിന്റെ വിശ്വാസങ്ങൾ, ഈ ഗ്രൂപ്പിന് നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പാണ്, മട്ടാഞ്ചേരി മാഫിയ. അതുമല്ലെങ്കിൽ അതിന് വിദേശത്തുള്ള പല ഈ പണം ഇറക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങളും മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള പണം പോലും ഒഴുകുന്നുണ്ട്. നമ്മുടെ സിനിമാക്കാര് പലരും ഇവിടെ നിന്നാണ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഖത്തർ എന്ന രാജ്യം, ഇത് പ്രത്യേകമായിട്ട് ഈ രാജ്യത്തിൽ നിന്നും ഇപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തീവ്രവാദം, അൽ ജസീറ ചാനൽ, ഇതിനുള്ള ഫണ്ടിങ് എല്ലാം ഇതുവരെ കൊടുത്തിരുന്നത്. ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം, അവിടെ തീവ്രവാദം അങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ ഈ ഫണ്ടിങ് എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഉടച്ചു വാർക്കാൻ പോകുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയാണ്. അത് വ്യക്തമായ മെഗാസ്റ്റാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തും വിലയിട്ടെടുക്കാം. നമ്മുടെ രാഷ്ട്രീയക്കാരെ, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താം, തുടങ്ങി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഗുണ്ടായിസം, തനി കൊച്ചിയിലുള്ള ഗുണ്ടായിസം മുഴുവനും അവിടെ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ചില ചിത്രങ്ങൾ ഉണ്ടായത് എന്തിനാണ് ഈ ട്രാൻസ് പോലെയുള്ള പടങ്ങള്, അതുമല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സില് ഒരു ക്യാൻസർ രോഗിയായ പ്രൊഡ്യൂസറെ വ്യക്തമായിട്ട് പറ്റിച്ചിരിക്കുകയാണ് പണത്തിന്റെ തിരിമറികൾ നടത്തിയിട്ട്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാല്, ഇങ്ങനെ ഈ സിനിമയോടുള്ള ഭ്രമം മൂലം മധ്യപൂർവേഷ്യയിൽ അധ്വാനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതല്ലെങ്കിൽ യൂറോപ്പിൽ അമേരിക്കയിലുള്ള ആരെങ്കിലും വളഞ്ഞിട്ട് പിടിച്ചിട്ട് ഇവരോട് കഥ പറഞ്ഞിട്ട് പറയും, ഓക്കെ ഞങ്ങള് പകുതി ഇടുന്നു, നിങ്ങൾ പകുതി ഇടുന്നു എന്നും പറഞ്ഞ് കണക്കിൽ കൃത്രിമം കാണിച്ച് മൊത്തം പണം ഈ സഹോദരനെ കൊണ്ട് തന്നെ ഇടിപ്പിക്കുക. അവര് ഈ പണം മുഴുവനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പണം മുഴുവനും വരുന്നത് ഈ പാവപ്പെട്ട പ്രവാസിയുടെ കയ്യിൽ നിന്നും. അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ അധ്വാനിച്ച് ഒരു ചെറിയ നിലയിൽ വളർന്നു വരുന്ന സാഹചര്യമായിരിക്കും. ഈ സിനിമക്കാരും മട്ടാഞ്ചേരി മാഫിയും അദ്ദേഹത്തെ വളയും, എന്നിട്ട് പണം ഇടിപ്പിച്ച് ഞങ്ങൾ പകുതിയിടും നിങ്ങൾ പകുതി എന്നൊക്കെ പറഞ്ഞ് കണക്കിൽ കൃത്രിമം കാണിച്ച് പറ്റിച്ച് ഇയാളെ ഇല്ലാണ്ടാക്കും. ലാഭം കിട്ടിയാലോ ഇവന്മാരത് പങ്കിട്ടെടുക്കുകയും ചെയ്യും. ഇതാണ് ഇന്ന് ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്ന കഥ. ഇതിൽ വലിയ മെഗാസ്റ്റാർസ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അത് നമുക്കറിയാം ആരൊക്കെ ഇതിന്റെ നേതൃത്വത്തിലുള്ളതെന്നുള്ളത്. കഞ്ചാവും അടിച്ച് നടക്കുന്ന ഒരു നല്ലൊരു സിനിമാ സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയും വലിയൊരു നടിയുമായ സ്ത്രീയൊക്കെ ഇതിൽ ഇടപെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. അത് പുറമേ വരുന്ന, എന്നാൽ അവരെ പറ്റിയുള്ള വാർത്തകൾ വരുന്ന നിമിഷത്തില് ഒരുത്തനും ഇവരെ പറ്റി പറയാനായിട്ട് വ്യക്തമായ തെളിവോടും കൂടി വന്നാൽ പോലും ഇവരെ പറയാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും ഭയമാണ്. കാരണം ഇതെല്ലാം വരുന്നത് ടാർഗറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ഖത്തർ മാഫിയയിൽ നിന്നും മട്ടാഞ്ചേരി മാഫിയയിലേക്ക് വന്നിട്ടാണ്. ഇപ്പൊ ട്രാൻസ് അല്ലെങ്കിൽ കേശു ഈ വീടിന്റെ നാഥൻ പോലെയുള്ള കഥകളെ എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കഥ ഉണ്ടാക്കുന്ന സമയത്ത് എന്നാൽ ഒരു പ്രത്യേക സമൂഹത്തെ രാക്ഷസ രാജാവ്, ഇങ്ങനെ രാവണ പ്രഭു, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളും കഥകളൊക്കെ കരുതി കൂട്ടി തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അത് പുറമെ വെളിച്ചത്ത് വന്ന കാര്യങ്ങളാണ്. ഇവർ ഇങ്ങനെ ഇരുന്ന് കഥകൾ മെനയുന്നു എന്നുള്ളത്. നമ്മളൊരു കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ റിലീസായ അവസരത്തില് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു യൂട്യൂബർ അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹം ചോദിക്കായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി കേശു ഈ വീടിന്റെ നാഥൻ, ഒരു പ്രത്യേക സമുദായത്തെ കുറിച്ച് അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കില്ലേ അവര്?
അവിടെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് അവര് ഇരയാവില്ലേ ആ നിമിഷത്തില്? എന്നാൽ ഈ ഉണ്ടാക്കുന്ന കഥകൾ ആ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ഭംഗി. ഈ കേശുനാഥന്റെ പോലെ അദ്ദേഹം അനിൽ കൊടിത്തോട്ടം പറയായിരുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞാനൊരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് തരാം, മാനവരിൽ മഹോന്നതൻ എന്ന പേരിട്ടോ, കഥ ഗംഭീരായിരിക്കും എന്ന് പറഞ്ഞ് നാദിർ ഷായോട് പറയായിരുന്നു അദ്ദേഹം. നാദിർ ഷാ, നിനക്ക് ധൈര്യമുണ്ടോടാ, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കടാ, മാനവരിൽ മഹോന്നതൻ എന്നൊരു കഥ. എന്നിട്ട് ആ കഥ അദ്ദേഹം പറയുന്നു, ഒരു ആള് വന്നിട്ട്, വലിയൊരു ദൈവത്തിന്റെ പ്രതീകമുള്ള ഒരാൾ വന്നിട്ട് ചെറിയ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കഥകൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കഥകളൊന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. സംഘടിതമായിട്ട് ഏതോ അറബി കൊടുത്തുവിടുന്ന പണം കൊണ്ട് ഇവിടെ വന്നിട്ട് പ്രത്യേക സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ട്രാൻസ് എന്നും കേശു ഈ വീടിന്റെ നാഥനെന്നും രാക്ഷസ രാജാവെന്നും കൃത്യമായിട്ട് മറ്റു വിശ്വാസങ്ങളെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി പടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇവര്. താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി വ്യക്തമായിട്ട് നാദിർ ഷാ, ഫഹദ് ഫാസിലിന്റെ ട്രാൻസ് എന്ന ഇവരോട് പറയുന്നത്, മാനവരിൽ മഹോന്നതന്റെ കഥ ഉണ്ടാക്കും നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ ഒന്നും കാണാത്തവണ്ണം ഒളിച്ചോടി പോകും. ഇതാണ് മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ. ഇതിന് വ്യക്തമായിട്ട് കള്ളപ്പണവും എല്ലാവും. ഇത് 2 ദശകങ്ങളായിട്ട്, മുമ്പൊക്കെ നമുക്കറിയാം ലാലേട്ടനൊക്കെ അഭിനയിച്ച കഥകള് എന്ത് ഭംഗിയായിരുന്നു കഥകള്. അതിന് കലയുണ്ടായിരുന്നു. കഥ പറയുന്ന സംവിധായകന് ഒരു കലാബോധം ഉണ്ടായിരുന്നു. അവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു രൂപത്തിലല്ല ഒരു സമുദായത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലല്ല ഒരു സിനിമ ഉണ്ടാക്കുക. എന്നാൽ ഇന്ന് വ്യക്തമായ രീതിയിൽ ഒരു മെഗാസ്റ്റാറിന്റെ നേതൃത്വത്തിൽ ഈ മട്ടാഞ്ചേരി മാഫിയ വ്യക്തമായിട്ടും സമുദായങ്ങളെ താറടിക്കുന്നതിന് വേണ്ടി, എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് മനുഷ്യനെ ഇത് കൊണ്ടുപോകുന്നു. എത്ര നാൾ നിങ്ങൾ ഇത് കൊണ്ടുപോകും? എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മാഫിയ കൊണ്ട് നടക്കാൻ പറ്റും? നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. എന്തുകൊണ്ട് നിങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്നൊരു കഥ ഉണ്ടാക്കുന്നില്ല? അതുണ്ടാക്കിയിട്ട് പറ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന്. അന്നറിയാം നിങ്ങൾ സത്യമുള്ളവരാണെന്ന്. അതല്ലാതെ നിങ്ങൾ എത്ര താറടിച്ചാലും ഇതിന്റെ പ്രത്യേകം ചില എത്ര താടടിക്കാൻ നോക്കിയാൽ അത്ര വളരുകയാണ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഒരു വിഷയമില്ലാത്തതിന്റെയും ഒരു തോറ്റതിന്റെയും ഇതാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ സംഘടിതമായി തന്നെ നേരിടേണ്ടതുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവര് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും.